ഞാൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള. വേറിട്ട നഗരക്കാഴ്ചക്കിടയിൽ ഞാനിപ്പോൾ തെരുവിന്റെ ഇരുണ്ട കോണുകളിലേക്ക് കണ്ണയക്കുന്നു. ഞാൻ അവിടെ കാണുന്നത് കാരുണ്യമില്ലാത്ത ഒരു അധമ ലോകമാണ്. ഞെട്ടലോടെ ഞാൻ അറിയുന്നു, നമുക്ക് മുന്നിലേക്ക് നീട്ടുന്ന കുരുന്ന് കരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഓരോ നാണയത്തൊട്ടും ഭിക്ഷാടന മാഫിയയ്ക്ക് വളർന്നു മുറ്റാനുള്ള വെള്ളവും വളവുമാണെന്ന്. വലിച്ചു പിടി, പിടിച്ചു പിടി. ആസിഡിന്റെ കുപ്പി എടുക്ക. ആസിഡിന്റെ കുപ്പി മുറിയെല്ലാം കരിഞ്ഞു പോയല്ലടാ. ഇതിനൊന്നും വേദന കാണത്തില്ലല്ലോ. വേദന നിനക്കുണ്ടായാൽ പോരാ, അത് കാണുന്നവർക്ക് കൂടി തോന്നണം. എന്നാലേ 10 കാശ് കൂടുതൽ കിട്ടൂ. എന്താണ് നായ്ക്കളെ നോക്കിയിരിക്കുന്നത്? ഇന്നത്തെ കളക്ഷൻ എടുക്ക്. 100 രൂപയിൽ തരാരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തൊടി ഞാൻ ഉരിയും. എവിടെയാണ് പൈസ? എടുക്കണ പട്ടികള്. എത്രയാണ് ഇത്? 130. 130. 130. എത്ര? 118. 118. നാളെ ഇതിന്റെ ഇരട്ടി തെട്ടിക്കോണം, അല്ലെങ്കിൽ സ്വഭാവം മാറും. അയ്യോ, പേടിക്കണ്ട. വാ ഇവിടെ. എത്രയുണ്ട്? 110. ഇവിടെ പാടി എടുക്ക്. എത്രയുണ്ട്? 100. ഇത്ര കൃത്യമായിട്ട് കൊണ്ടുവരാൻ ആര് പറയണ? ബാക്കി എടുക്ക്. ബാക്കിയില്ല. 85 കിട്ടിയുള്ളൂ. ബാക്കി ഇവനോട് വാങ്ങിയതാ. നീ ആരാടാ അവനെ സഹായിക്കാൻ? നിനക്കൊക്കെ കളി കുറച്ച് കൂടുതലുണ്ട്. അതിനുള്ള ശിക്ഷ ഞാൻ നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചില്ല. ജന്തുക്കളെ നിനക്കൊക്കെ സംശയം നീ ആരാടാ പറയാൻ? 100 രൂപ തരണ്ടേ? അവൻ തന്നില്ലേ? പട്ടികളെ എന്നോട് തിറക്കിയാൻ പറ്റുന്നോ? ജന്തുക്കളെ ഒന്നുകളെ ഈ കിടമ്പന്റെ താവളത്തിൽ കൊടി പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇനി നിന്റെ ശബ്ദമകാൻ അവിടെ കേട്ടാൽ ജീവനോടെ കുഴിച്ചുകൂടും. പാത്രം കിടന്നിട്ടടി പിന്നെ കഞ്ഞി കുറച്ചുകൂടെ തരുവോ? എന്ത്? വയറ് നിറച്ച് തിന്നാൻ തന്നാലേ നിന്നൊന്നും തിന്നാൻ കൊള്ളില്ല. വിശപ്പ് മാറുന്നില്ല. അത്രയ്ക്ക് തിന്നാ മതി. നിന്റെയൊക്കെ വിശപ്പ് മാറണം നോക്കിയാലേ ഞങ്ങൾ മുടിഞ്ഞു പോകത്തുള്ളൂ. എന്താടാ എന്റെ 4 പെട്ടികൾക്ക് ചോറ് വേണ്ടേ? നോക്കി മേടിപ്പിക്കണടാ. തിന്നണ ചോറ്. നീയൊക്കെ തിന്നോ, ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന മൂക്കറ്റ് തിന്നോ. അവിടെ കിടന്ന ചാവ് നാശങ്ങള്. പട്ടിയാണെന്ന് നീയൊക്കെ പഠിക്കൂ. എല്ലാം നോക്കി പട്ടികളുടെ കീറി നോക്കി പട്ടികൾ. 1000 രൂപ ആഴ്ച തോറും അങ്ങ് എത്തിക്കാൻ. കാക്കിയും തൊപ്പിയും പൊക്കി പിടിച്ച് വൈകിട്ടത്തെ താളം അടിച്ച് ഇവറ്റയൊക്കെ തന്നെ അങ്ങ് തെണ്ടിക്കൂടെ? പോലീസ് തൊഴിലെടുത്ത് മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത പെരട്ട വർഗം. അവർക്ക് തിന്നും, മറ്റുള്ളവരെ തീറ്റിക്കും. എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. കിടുമ്പോ നല്ല ഉറക്കാം, നമുക്ക് ചാടാം. അത് വേണോ? ഇത് പറ്റിയ സമയാണ്. വാ. അവനെ ഓടിച്ചിട്ട് പിടിക്കേ. പിടിക്കവേ.
കേറ് കേറ് അങ്ങോട്ട് കേറ് ആ പെട്ടെന്ന് കേറ് ചുറ്റുന്ന നാടോടിമാർ നമ്മൾ ഒത്തിരി ദൂരം പോയിടാം അക്കരയുണ്ടൊരു തീരം യാത്ര ഇത് യാത്ര ഹേ തേരെ പോണേ ഏതെന്നലും പോണേ ആയിരം കഥ പറയും അമ്മ തെരുവോരങ്ങൾ സ്നേഹപഞ്ചമി പാലുട്ടും തീരങ്ങൾ ആയിരം കഥ പറയും അമ്മ തെരുവോരങ്ങൾ സ്നേഹപഞ്ചമി പാലൂട്ടും തീരങ്ങൾ മഴയിൽ ഞങ്ങളുടെ നീരാട്ട മൗനം കൊണ്ടൊരു താരാട്ട ഒരിക്കൽ ഒരു വിളക്ക് തെളിഞ്ഞിടും കണ്ണലും നിറ പറയും നിറഞ്ഞിടും മഞ്ഞിൽ തുടിക്കണ കണ്ണീർ മണി വീണകളെ തേരുവോണേ എഴുന്നേക്കടാ താടെ എഴുന്നേക്ക് എഴുന്നേക്കടാ എഴുന്നേക്ക് ചെക്കന്റെ പണി ചെയ്താ നമുക്ക് ഒരുപാട് കാശ് കിട്ടിയേനെ. എനിക്കറിയാം പോക്കറ്റ് അടിക്കാൻ ശരി ബുദ്ധിമുട്ടാ. നീ എവിടെ പഠിച്ചത്? എന്നെ മേട്ടുപ്പാളയത്ത് ധർമ്മരാജ് പഠിപ്പിച്ചതാ. ഞങ്ങളെയും പഠിപ്പിച്ചു തരുമോ? അതിന് ഇച്ചിരി അടവുകളൊക്കെ ഉണ്ട്.
ക്ഷമിച്ചു നിക്ക്, പയ്യെ പഠിപ്പിച്ചായിരുന്നു. പോക്കറ്റടി അടുപ്പിക്കാന്നോ? ചവിട്ടി ഞാൻ. പഠിച്ച പണികളല്ലേ ചെയ്യാൻ പറ്റൂ. നമ്മൾ പോക്കറ്റ് അടിച്ചത് എന്റെ അവർക്ക് വേണ്ടില്ലേ? ഇനി നമുക്ക് ആ പണി വേണ്ട. എന്റെ ഈ പാട് കണ്ടോ? പോക്കറ്റടി പിടിച്ചപ്പോ ആളുകൾ അടിച്ചു പൊട്ടിച്ചതാ. ഇതാ ഇത് കണ്ടോ? കിടുമ്പന്റെ ഏട്ടൻ ഉടുമ്പൻ ചുട്ടു പൊളിച്ചതാ. പോക്കറ്റ് അടിക്കാനും തെണ്ടാനാണ് വന്നേരത്തെ തിരിച്ചു പോവാ. എന്റെ ആരൊന്നും മിണ്ടാത്ത തിരിച്ചു പോവാ. നമുക്ക് ഇവിടെ മതി, ഇങ്ങോട്ട് പോണ്ട. വിശക്കുമ്പോ നമ്മൾ എന്ത് തിന്നും? ആര് തരും? ആരും തരണ്ട. നമ്മൾ പണിയെടുക്കും, കൂലി കിട്ടും. ആ കൂലി കൊണ്ട് നമ്മൾ ആഹാരം കഴിക്കും. കിടുമ്പനില്ലാത്ത നാടാ. നമ്മളിവിടെ ആരും പേടിക്കണ്ട. മറ്റുള്ളവരെ പോലെ നമുക്കും ജീവിക്കണ്ടേ? തെണ്ടാതെ, പോക്കറ്റ് അടിക്കാതെ, എച്ചിലിന്നാതെ. നമ്മൾ എന്ത് പണിയാ ചെയ്യാ? എന്തു? വാ, എന്തെങ്കിലും പണി കിട്ടാൻ നോക്കാം. എന്ത് വേണം? പണി തരോ? ഓ പണി വയ്ക്കാൻ വന്നതാ. അയ്യടാ, പണി ചോദിക്കാൻ വന്ന കോലങ്ങളെ, നീക്ക് എന്ത് പണിയാ ചെയ്യാ? എന്ത് പണിയും ചെയ്യും. അങ്ങനെയാണ് തിരക്കിടില്ല. ഒരു പണി കൊടുക്കാല്ലേ? എടാ സിദ്ദിഖേ, എന്തോ ഇവന്മാരുടെ ഒക്കെ തലയില് ഓരോ ചാക്ക് എടുത്ത് വെച്ചോ. ആ അതെ, ആ കാണുന്ന ഗോഡകളെ കൊണ്ട് അട്ടിയിടണം. എടാ നീ വേടാ, ഇത് അവന്റെ തലയിൽ പിടിച്ചു വെച്ചു കൊടുക്കും. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇരട്ടി കൂലി തരും. അതങ്ങ് മേടിച്ചോണ്ട് പോക്കോ. പൈസ കാണുന്ന 50 പൈസ വേണമെങ്കിൽ തരാം. പശുക്കണയ്യ, വല്ലതും കൊടുങ്കോ. അല്ലാതെ വിശക്കുന്നു. നമുക്കും പോയി പാടി നോക്കിയാലോ? പാട്ടാ? അവ ഉറങ്ങിയാ? വേഗം വാ. നിനക്കൊക്കെ ഇനിയും തണ്ടണല്ലേ? ആടെവിടെ നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്. നടക്കണം അങ്ങോട്ട്. പോയി തെണ്ടിക്കോ. എടാ, നമ്മളെ കൊണ്ട് വരുത്തടിച്ച് പാടിക്കാനും കൈ നീട്ടിക്കാനും ഇവിടെ കിടുമ്പനില്ല. പിന്നെന്തിനിങ്ങനെ? എന്തായാലും തിന്നണം. തിന്നാ പോരെ? ഇത് കണ്ടോ? കിടുമ്പം കാണാതെ ഒളിപ്പിച്ചു വെച്ചതാ. വാ 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 എന്തുവാണാവോ? ഉണ്ടപ്പരിയും ചായ. ഒരു ഉണ്ടമ്പരി, ഒരു ചായ. ഇതിപ്പോ ആരെ ഞാൻ ഏൽപ്പിക്കണ്ടേ? എനിക്ക് ഒരു ചായയും ഒരു ഉണ്ടംപൊരി 5 രൂപയാവും. അവസാനം കടം പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഇതും പിടി. വേണ്ട വേണ്ട. അപ്പൊ ചായ ആരാണോ ഏൽപ്പിക്കണ്ടേ? ആളുകൾ ഇങ്ങനെ ചായ കുടിക്കാൻ തുടങ്ങിയാൽ കച്ചവടം പൂട്ടലോ പറയട്ടെ. അതെ, ഒരു ചായക്കും ഒരു ഉണ്ടപ്പൊരിക്കും കൂടി ഇത്ര നേരം 5 മിനിറ്റ് എടുത്താൻ പറ്റില്ല. വേഗം പിടിച്ച് പോകാൻ നോക്കി. ഇങ്ങോട്ട്
പോ ഇറങ്ങിപ്പോടും. വല്ലാത്തൊരു ചായ കുടി തന്നെ. വർക്കിപ്പിള്ളേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ, കരുണാമയനം വർക്കിപ്പിള്ള, കരുണാമയനം. ആ പോയ ആരാന്നറിയോ? കരുണാമയനം വർക്കിപ്പിള്ള. കേട്ടില്ലേ? പാവം കൂടെ നേതാവാ. അപ്പൊ അയാള് നമ്മുടെ നേതാവാ? ആ, ലക്ഷം ലക്ഷം പിന്നാലെയുള്ള നേതാവ്. ഈ ലക്ഷം ലക്ഷം എന്ന് പറഞ്ഞ എത്രയാ? 900. അമ്പോ. എന്തായിരുന്നു ഒരു ആവേശം! വഴിനീളെ ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നില്ലേ വർക്കിപ്പിള്ള സാറിന്റെ ജാഥ കാണാൻ. വിമൻസ് ഹോസ്റ്റലിന് മുമ്പിലെത്തിയപ്പോഴോ പെണ്ണുങ്ങളെ ഇളകി നിൽക്കുകയല്ലേ. അതിലൊരുത്തി നോക്കണ നോട്ടം കണ്ട സാറിനോട് ഇറങ്ങി വരുമെന്ന് ഒരു സംശയായിപ്പോ. എന്താടാ, എന്തെങ്കിലും ഒരു പണി തരോ? എന്തോ? ഞങ്ങൾ എന്ത് പണിയും ചെയ്യാം, ഒരു പണി തരുമോ? അയ്യോ, ബാലവേല പാടില്ല. ബാലവേല ചെയ്യിക്കുന്നത് തെറ്റാ. ശിക്ഷാർഹം, ശിക്ഷാർഹം. പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? എന്ത് വേണേം ചെയ്തോ, കക്കേ പിടിച്ചു പറിക്കേ, എന്ത് തോന്നിയാസം വേണമെങ്കിലും ചെയ്തോ. വല്ല പ്രശ്നത്തിൽ കുടുങ്ങിപ്പോ നേരെ പോരെ വിത്ത് ചിക്ക് ലിസ്റ്റ്. പ്രശ്നം സോൾവ് ചെയ്യുന്ന ഞങ്ങൾ ഏറ്റു. ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, ജീവിക്കാൻ ഒരു പണി തന്നെ സഹായിച്ചാ മതി. വോട്ടവകാശം പോലും ഇല്ലാതെ ഈ തെണ്ടിപ്പിള്ളേരെ സഹായിച്ചിട്ട് നമുക്കെന്ത് കാര്യം? ഓ, സ്കൂൾ പഠിക്കേണ്ട കാലത്ത് അലവലാതി പിള്ളേർ ഇങ്ങനെ തെണ്ടി നടക്കുക. ഓ, പോയി 4 വർഷം പഠിക്കാൻ നോക്ക് പിള്ളേരെ. എന്നാ ഞങ്ങൾ സ്കൂളിൽ ചേർക്ക്. ഞങ്ങൾ പഠിക്കാം, ഞങ്ങൾക്ക് ഇഷ്ടം പഠിക്കാൻ. പറ്റുമോ നിങ്ങൾക്ക്? എന്ന് ചോദിച്ചാ പറ്റില്ല. നീ ഒന്നും പഠിച്ചാ തീരെ ശരിയാവില്ല. പിന്നെന്തിനാ പഠിപ്പിക്കാൻ ഞാനതുപോലെ പലതും പറയും. നേതാവാന്നല്ലേ ജാഥ പറഞ്ഞത്? അടക്ക പോലത്തെ നീയൊക്കെ എന്റെ വീട്ടിൽ വന്ന് ഞെളിയണേ ചാവിട്ടും നിന്നെ ഞാൻ. ഇയാള് കള്ളനാ. ജാഥ പറഞ്ഞൊക്കെ കള്ളത്തറ. അടിച്ചു കൊല്ലട ഈ തെണ്ടികളെ. അയ്യോ, എന്റെ മുണ്ട് നേതാവേ, മുണ്ട്. അയ്യോ നേതാവേ, സുധാകരാ. നോക്ക്, എന്താ ആ, എന്താടാ വേണോ? എന്ത് വേണമെന്ന്? ഇവിടെ പുതിയൊരല്ലേ? എന്താ വാടേ, പോയി നോക്കാം, വാ. എന്തെങ്കിലും തിന്നാൻ എന്നാടാ ഇവിടെ എത്തിയത്? ഇന്ന് എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്യാൻ ആരും സമ്മതിച്ചില്ല. അത് കൊള്ളാം. ആഹാരം വല്ലതും കഴിച്ചോ? ഇല്ല, വിശന്നിട്ട് വയ്യ. എന്നാ ഞാനൊരു സാധനം തരാം. വിശപ്പേ ഉണ്ടാവില്ല. എന്താ ഇത്? വിശപ്പിനുള്ള പുതിയ മരുന്നാ. വിശപ്പിന് മാത്രമല്ല സകല വേദനകളും മറക്കും. ഇപ്പൊ പോയവരൊക്കെ അതാണോ തിന്നത്? അതെ, വാതുറക്ക്. അതിന് അങ്ങനെ കാശില്ല. പണം ഇന്ന് വേണ്ട, ഇനി വരുമ്പോൾ കാശ് കൊണ്ടുവരണം. നിങ്ങൾ വന്നില്ലെങ്കിലോ? വരും. അതാടാ ഈ മരുന്ന്. ഒരിക്കൽ കഴിച്ചാ പിന്നെ എന്നും വേണ്ടി വരും. വാ തുറക്ക്. ആ. എങ്ങനെയുണ്ട്? പറന്ന് പറന്ന് പറന്നു പോവും. പറന്നു പോവാടാ. നമുക്ക് നീന്തി പോവാടാ. അയ്യോ, ഇത് എന്ത് പറ്റിയതാവോ? എന്താ? അയ്യോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഞാൻ മക്കളെ എനിക്ക് പപ്പേട്ടാ, പപ്പേട്ടാ. എന്താടേ കടന്നല് കുത്തിയോ? അവിടെ 4 പിള്ളേർ ചത്തുപോലെ കിടക്കണു. എവിടെ? അവിടെ ആ ഇടവഴി. പോലീസ് പോയി പറ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പോലീസിലൊക്കെ പറഞ്ഞ് കേസ് സാക്ഷി നിൽക്കാൻ എനിക്ക് വയ്യ. പപ്പേട്ടനൊന്ന് വന്നേ. ഇവളുടെ ഒരു കാര്യം ഞാൻ ഇപ്പൊ വരട്ടാ. ആ ശരി, പോയിട്ട് വാ. കിടക്കണ കിടപ്പ് കണ്ടു. അയ്യോ, ഇതേ മയക്കുമരുന്ന് അടിച്ചുള്ള കിടപ്പാ. നീ എന്താ വിചാരിച്ചേ? ഇതിനുള്ള പണി വേറെയാ. തൊണ്ടി പിള്ളേരെ കുളിപ്പിക്കണം എന്റെ ജോതകത്തിലുണ്ടാവും. എണീച്ച് പോടെ തണ്ടി പിള്ളേരെ. ഇനി എങ്ങാനും മയക്കുമരുന്ന് അടിച്ച് കിടക്കുന്നത് കണ്ടാ വെള്ളമല്ല ഞാൻ ഒഴിക്കാം, പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ. മടി.
പോലീസുകാരോടാണ് കളിക്കുന്നത്. വണ്ടി ഇടിച്ചേ, അയ്യോ അയ്യോ, എന്റെ കൊച്ചിന്റെ വണ്ടി ഇടിച്ചേ, എന്റെ തങ്കക്കുടത്തിന്റെ മേത്ത് വണ്ടി തട്ടിയേ, എനിക്ക് ആരുമില്ലാണ്ടായിരുന്നു നാട്ടുകാരെ. തനിക്ക് എന്താണോ കണ്ണാണോ പാടില്ലായിരുന്നോടോ? അയ്യോ, എന്റെ തങ്കക്കുടം മരിച്ചു പോവേ. തന്റെ കുട്ടിയല്ലേ എന്റെ വണ്ടിയുടെ മുമ്പിൽ ചാടിയത്? എന്റെ വണ്ടി ഒന്നും മുട്ടിയിട്ട് പോലുമില്ലല്ലോ. തങ്കക്കുടം ചത്തുപോവേ. അയ്യോ, ഒച്ച വെച്ച ആളെ കൂട്ടാതെ കാരണവരെ ഇത് വെച്ചോ. അയ്യോ, 50 ഇതെന്തിന് തികയും? മരുന്നിന്റെ കുറിപ്പടിക്ക് 100 വേണം. അയ്യോ, എന്റെ പൊന്നും കുടത്തിന്റെ ദേഹത്ത് വണ്ടി ഏറിയേ. ഇത് വലിയ ശല്യമല്ലോ. ഇതുകൂടി വെച്ചോ. പിടി കേറിക്കോളാം മനുഷ്യന്. അയ്യോ, കുറിപ്പടിക്കുള്ളതായി. ഇനി മരുന്നിനുള്ളത് ആര് തരുവേ? ചേട്ടന്മാരെ, ചേച്ചിമാരെ, പോടാ പോയി തൊലി. അയ്യോ, ചേട്ടന്മാരെ, വല്ലതും എന്താണ് നോക്കിയിരിക്കുന്നത്? പോടാ പോടാ. കൊച്ചി ആശുപത്രി എത്തിക്കാൻ ആശുപത്രിയിലോട്ട് നിന്നേക്ക് അങ്ങോട്ട് കെട്ടിയെടുക്ക്. പോടാ, നമുക്ക് പോവാടാ. വാ പോവാ. അങ്ങോട്ട് എഴുന്നേക്കടി അങ്ങോട്ട്. വണ്ടിയുടെ ചക്രത്തിന്റെ ഇടയിലോട്ട് വീണെന്ന് പറഞ്ഞിട്ട് നീ എന്താണ് ദൂരം ആറിക്കിടന്നത്? ഇരിക്കുന്നു പേടിച്ചിട്ടാ. പേടിച്ച് കിടന്നോണ്ടേ രൂപ 100 തടഞ്ഞുള്ളൂ. ഇല്ലെങ്കിൽ വല്ല 500 1000 തടഞ്ഞേനെ. ഇനി ആരെങ്കിലും എഴുന്നേക്കടി അങ്ങോട്ട്, എഴുന്നേക്കടി. ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് കാശും പോയി. തട്ടിപ്പാണല്ലേ? എന്തോന്ന് തട്ടിപ്പ്? ഞങ്ങള് കണ്ട്. എന്തോന്ന് കേട്ടു? വണ്ടിക്ക് മുന്നിൽ ചാടി കാശുണ്ടാക്കലാണല്ലേ പണി. കടന്നു പോടാ തണ്ടികള ഇവിടെ നിന്ന്. താ പോടോ കള്ള കിളവാ. പോടാ. മേലെ പരിസരത്താനും കണ്ടോ? തൊലച്ചോളെ ഞാൻ തണ്ടികളെ. പിശാചുക്കള് നടക്കണേ അങ്ങോട്ട്. യവന്മാരെയൊക്കെ ഞാൻ വച്ചിട്ടുണ്ട്. വേണ്ട, ഇനി ഇത് തിന്ന് നമ്മുടെ വിശപ്പ് മാറ്റണ്ട. വിശന്നിട്ട് ചത്തുപോവും. ഈ വിശപ്പ് നല്ലതാ, നമുക്ക് ധൈര്യം കിട്ടും. എന്താ ആർക്കും നമ്മളെ വേണ്ടാത്തെ? എന്ത് തെറ്റാ നമ്മൾ ചെയ്തേ? നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, നല്ല കുപ്പായം ഇടുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ എങ്ങനെ ഇങ്ങനായേ? അറിയില്ല, ഓർമ്മ വെച്ച കാലം മുതലേ പിച്ച ഉണ്ടല്ലേ. അമ്മ ആരാ, അച്ഛനാരാ ഒന്നും അറിയില്ല. ആരോടാ ചോദിക്ക? ഒരു ദിവസമെങ്കിലും നമുക്ക് എല്ലാരെയും പോലെ നടക്കാൻ പറ്റുമോ? പറ്റും, എനിക്കുറപ്പാ. നമ്മൾ നന്നാവും. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ദൈവം ഉണ്ടാവും. വാ, നമുക്ക് പോയി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. എവിടേക്കാ അത്ര രീതിയില്? ഞങ്ങള് ഭഗവാനെ തൊഴാൻ വന്നതാ. ഈ വേഷത്തിലോ? വൃത്തിയും എടുപ്പില്ലാതെ അമ്പലത്തിൽ കയറി? ഞങ്ങൾക്ക് വേറെ ഉടുപ്പില്ലാത്തോണ്ടാ. അമ്പലത്തിൽ കയറണം വെച്ചാ കുളിച്ച് ശുദ്ധമായിട്ട് ഇങ്ങോട്ട് വരിക. ആരൊന്നും തരുന്നില്ല, ഭഗവാനോടെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. വിഷ്ണു സർവ്യാപിയല്ലേ, ഇപ്പൊ തന്നെ വേണം വെച്ചാ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ദൈവമേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടണമേ. ഞങ്ങളെ രക്ഷിക്കണേ ദൈവമേ. ആളുകൾ ഞങ്ങളെ തല്ലാൻ വരല്ലേ. ഞങ്ങളെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കല്ലേ. നേർച്ച ഇടാനും വഴിപാടിനും ഞങ്ങളുടെ കാശില്ല. എന്നാലും ഞങ്ങളോട് കരുണ കാട്ടണേ. ഭക്ഷണം കഴിക്കാൻ തീരെ കാശില്ല. ഞങ്ങൾക്ക് വിശപ്പില്ലാണ്ടാക്കി തരണേ. എല്ലാവർക്കും ഞങ്ങളോട് വെറുപ്പ. ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾക്ക് അച്ഛനും ഇല്ല, അമ്മയില്ല, ആരുമില്ല. എന്തേലും തിന്നാൻ തരണേ. പാവം കുട്ടികൾ. കഷ്ടം. ഞങ്ങളുടെ വിശപ്പടക്കാൻ ഒരു വഴി മക്കളെ. ഇതാ പായസം കഴിച്ചോ. നല്ല ഞാൻ എപ്പോഴേ പറഞ്ഞേ ദൈവത്തിനെ പ്രാർത്ഥിച്ചാ തരൂന്ന്. എന്നാ നമുക്ക് എന്നും പ്രാർത്ഥിക്കാം. ദൈവമേ, പായസം തരണേ. ദൈവങ്ങളെ, ഞങ്ങളുടെ വഴികളിൽ ഞങ്ങൾക്ക് അപകടം ഒന്നും വരുത്തരുതേ. ഇന്നത്തെ ദിവസം നല്ല വരുമാനം ഉണ്ടാകാൻ കാത്തോളണേ. ഇന്നലെ ഞങ്ങളുടെ അന്നം മുട്ടിച്ച ആ തെണ്ടി ചെക്കന്മാരെ എന്റെ മുന്നിലോട്ടൊന്നും വരുത്തരുതേ ഈശ്വരോ.
ചോദിച്ചിട്ടാ ഈ കിടപ്പ്? മേലെ ഇവിടെ ഒന്ന് കിടന്നുണ്ടല്ലോ. തലേമേ തലയിറച്ച ചെറ്റാണ്. ഇതെന്റെ സ്ഥലം അറിയാം. നിന്നെ കാണിക്കാനുള്ളതല്ലടാ എന്റെ ആധാരം. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം. മേലെ ഇവിടെ കണ്ടു ഒരു ശവങ്ങള്. അത്രയ്ക്കായോ? എല്ലാത്തിനും ഞാനിന്ന് ഞങ്ങളോട് എന്റെ കുഞ്ഞു വന്ന് തടഞ്ഞതേ നിന്റെയൊക്കെ ഭാഗ്യം. അല്ലായിരുന്നു കണ്ടല്ലോ. അങ്ങോട്ട് നടക്കടി അങ്ങോട്ട്. വാ അയ്യോ പാട്ടി എന്തിയെ? ആരെങ്കിലും പിടിച്ചോണ്ടേക്കണോ? ആ കിളവൻ കൊന്നതായിരിക്കും. ആ പാട്ടോ നമ്മളെ വിട്ട് പോയതായിരിക്കും. ഇനി പോലീസ് പിടിച്ചിട്ടുണ്ടോ? നമുക്ക് പോയി നോക്കാം. പാട്ട അവന്റെ സ്വന്തം കാര്യം നോക്കി പോയിട്ടുണ്ടോ? നമ്മളൊക്കെ അവന്റെ ഒരു ശല്യമല്ലേ? അത് ശരിയാ. നമ്മളിങ്ങനെ ജീവിക്കും. എവിടെയെങ്കിലും തപ്പാ. നീ എന്ത് പണിയാ കാണിച്ചേ? ഞാനിന്നലെ ഉറങ്ങിയതേ ഇല്ല. നിങ്ങളൊക്കെ ഉറങ്ങുമ്പോ ഞാൻ എഴുന്നേറ്റ് നടന്നു. നേരം വെളുത്തായിട്ടൊന്നും കിട്ടില്ല. ആരെങ്കിലൊക്കെ പിറക്കിക്കൊണ്ടുപോകും. നമുക്കിതൊക്കെ വിറ്റാലേ ഒരുപാട് കാശ് കിട്ടും. ഇതെവിടെയാ വിൽക്കാ? വാ നോക്കാം. ഇതിനൊന്നിനും ഒരു വൃത്തിയും പഠിപ്പും ഇല്ലല്ലോ കുട്ടികളെ. ഇത് എവിടുന്ന് കിട്ടിയതാ? ചേട്ടൻ ഇതൊക്കെ ഒന്ന് തൂക്കി നോക്ക്. തൂക്കണതിന് മുമ്പ് വില പറഞ്ഞുറപ്പിക്കണം. എന്ത് വില വരും ചേട്ടാ? കിലോത്തിന് 8 ഉറുപ്പ്യാണ് കണക്ക്. നിങ്ങൾക്ക് 4 ഉറുപ്പ്യ തരും. അതെന്ത് ന്യായം? ആ അതാണ് ന്യായം. ഡാ ബസ്സില് ബോട്ടില് തീവണ്ടിയില് ഒക്കെ പിള്ളേരൊക്കെ പാതി പൈസ മതി. എന്തേ ഒരു കൺസെഷൻ? അപ്പൊ ഞങ്ങള് പകുതി സാധനം തന്നാ മതിയല്ലേ? അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇരട്ടിക്കാശ് തരണ്ടേ? ആ അത് തരൂല. ചേട്ടാ ആ സാധനത്തിന് ചേട്ടാ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? അത് ഇതുമായിട്ട് എന്താണ്ട ബന്ധോ? ഒരു ബന്ധവുമില്ല. അപ്പൊ പറഞ്ഞ പോലെ തൂക്കത്തിൽ കാണുന്നതിന്റെ പാതി പൈസ വാങ്ങിപ്പോയിക്കോളണം. ധാരാളം മതി. എന്ത് തൂക്കാടാ ഇത്? 10 കിലോയ്ക്ക് മേലെയോ? എന്ത് സാധനടാ ഇതിനുള്ളിൽ? എല്ലാ സാധനങ്ങൾക്ക് തൂക്കം കൂടും. 19,400. 19 കണക്കാക്കാം. 8 ഉറുപ്പ്യ വെച്ച് 152. അതിന്റെ പാതി 76. ചില്ലറ 1 ഉറുപ്പ്യ ഇല്ല. 75 പിടിച്ചോ. അതെ പാതി വിലക്കന് എത്ര വേണമെങ്കിലും എടുക്കട്ടോ. ഇനിയും കൊണ്ടുവരണേ. ഞങ്ങൾ ഏറ്റു. ഇത്രയും തൂക്കം കിട്ടുകയാണെങ്കിൽ ഇനി എന്ന് 1 2 10 കിലോന്റെ എന്റെ കട്ടി എനിക്ക് തന്നെ വിറ്റല്ലോടാ. അവിടെ നിന്നാ മതി. എന്താണ് ആവോ വേണ്ടേ? ചായ കുടിക്കാൻ. ഒരു ചായയും ഒരു ഉണ്ടപ്പൊരി അല്ലേ? ഒരൊറ്റ ആൾ ഇവിടെ ഇരുന്നാ മതി. അത് നിങ്ങൾക്ക്. ഞങ്ങൾക്ക് 4 ചായ 4 ഉണ്ടപ്പൊരി. കയറിരടാ. നാലുണ്ടപ്പൊരി. അടിച്ചു പൊളിച്ച് തെരുവ് കലക്കി മനസ്സ് നിറച്ച് മതിച്ച് കളിച്ചിടാം.
കിളന്ത് കിളന്ത് കയ്യിൽ നീ അടിച്ചു പൊളിച്ചു തെരുവ് കലക്കി മനസ്സ് നിറച്ച് മരിച്ചു കളിച്ചിടാം. നിന്നെ വെറുതെ വിടുന്നതേ പാപ്പമ്മ ഞങ്ങൾക്ക് ചെയ്തിരുന്ന ഉപകാരം കൊണ്ടൊന്നുമല്ല. ഒന്നാമത് നീ ചെറുപ്പം, വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്. അതിനിടക്ക് വല്ല മയക്കുമരുന്ന് കേസിൽ ചെന്ന് പെട്ടാ ജീവിതം തൊലഞ്ഞു പോവും. കേട്ടോടാ? എന്നാ ഇന്ന് മുതൽ ആ പണികളൊക്കെ വിട്ടിട്ട് വല്ല നല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്. ആ പൊയ്ക്കോ. ഇളനീരേ 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 ഇളം എന്നാ വില പറയടാ മോനെ, എന്നാ വില? എന്നാ ഇത് വില ചോദിച്ചാ சொல்ல மாட்டேன். சொல்லு, என்னடா விല? சொல்லடா. 10 രൂപ. അയ്യോ അയ്യോ അയ്യോ. എന്നോട് വില ചൊല്ലിനോടാ പൊറുക്കി നായി. ഒരു നേരത്തെ ശാപ്പാടിന് വകയില്ലാതെ തെരുവിൽ അലിഞ്ഞപ്പോ ഈ പാപ്പമ്മ മട്ടും തന്നെ ഉനക്ക് വേല തന്നത് അത് മറന്നൂടെ തണ്ടി. എനിക്കിനി മയക്കുമരുന്ന് വിൽക്കാൻ വയ്യ. എന്നെ എന്റെ പാട്ടിന് വിടു പാപ്പമ്മ. ഉന്നെ അപ്പടി വിട മാട്ടെ. ഒന്നുകിൽ എന്റെ ബിസിനസ് അല്ലെങ്കിൽ ഞാൻ சொல்லின പണി. അതുക്കപ്പുറം ഒരു ഏർപ്പാടിനും ഉന്നെ വിട മാട്ടേ മോനെ. ഇന്ന് സായങ്കാലത്തിന് മുമ്പ് പഴയ ബിസിനസ് നീ വീണ്ടും തുടങ്ങിയിരിക്കും. ഇത് ഞാൻ ജയിക്കും. അല്ലല്ല ഞാൻ ജയിക്കും. അയ്യോ ശരിക്കും ശാപ്പാട് നേരത്തിന് കിട്ടുന്നത് കൊണ്ടല്ലേ നിനക്കൊക്കെ തിമിര്. തിച്ച തണ്ടുന്ന നേരത്ത് വിളയാട്ട്. കയ്യും കാലും നേരെ നിൽക്കുന്നതുകൊണ്ടല്ലേ കളിയും ചിരിയും. അവസാനിപ്പിച്ച് തരുന്നുണ്ട് ഞാൻ. ഞാൻ സാപ്പാട് കൊടുത്ത് വളർത്തുന്ന കുട്ടികളെ ഞാൻ തല്ലും കൊല്ലും. അത് കേൾക്കുന്ന നീ ആരടാ? നീയൊക്കെ പുഴുത്തതാകും താടകെ. അപ്പടിയാണോ? ഇവിടെ കിട്ടിയിരിക്കട്ടെ. ഒരു കൂരാ കണ്ടട്ടെ. എന്റെ കൊച്ചിനെ കൊണ്ടുപോകല്ലേ, എന്റെ കൊച്ചിനെ കൊണ്ടുപോകല്ലേ, എന്റെ മോളെ കൊണ്ടുപോകല്ലേ, എന്റെ മോളെ വെച്ചല്ലേ. എനിക്ക് എന്റെ മോള് മാത്രമേ ഉള്ളൂ. എന്റെ മകളെ എപ്പാവത് എന്റെ അടുത്ത് കളിക്കാൻ വന്നാ തുരച്ചു കളയും. അയ്യോ അമ്മ, എന്റെ കൈ അയ്യോ അമ്മ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നാട്ടിലെ പട്ടിണിക്കും തൊഴിലായ്മയ്ക്കും വർഗീയതയ്ക്കുമെതിരെ ആഞ്ഞടിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
ഇന്ന് വൈകിട്ട് കീരപ്പാറ മൈതാനത്തിൽ വമ്പിച്ച പൊതുസമ്മേളനം നടക്കുന്നു. ആ നമുക്ക് വേണ്ടി ആഞ്ഞടിക്കാനും ആരുമില്ല, സമ്മേളിക്കാനും ആരുമില്ല. ആരാ പറഞ്ഞത്? നീ നോക്കിക്കോ, നമുക്കും വരും ഒരു നല്ല കാലം. പിന്നെ അതും പറഞ്ഞ് നടപ്പ് തുടങ്ങിയിട്ടെ കാലം കൊറായി. അപ്പൊ അമ്മയുടെ മക്കൾ ഇവിടെ പോക്കണ്ടില്ലേ? ഇവന്മാരോടൊക്കെ ദൈവം ചോദിച്ചോളും. വണ്ടി എന്നടാ നമ്മള് പറഞ്ഞത് കേട്ടുന്നാ തോന്നണേ. വണ്ടി പിറകിലോട്ട് വരുന്നതാ. അയ്യോ എന്തിനാണോ വരുന്നത്? സോറി, എക്സ്ട്രീംലി സോറി. നിങ്ങൾക്കൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. ആകെയുള്ളൊരു കുപ്പായ. അറിയാതെയാ, സത്യം. പരിഹാരമായിട്ട് ഓരോരുത്തർക്കും എന്റെ വക പുതിയ കുപ്പായം. എന്താ പോരെ? ആലോചിക്കാനൊന്നുമില്ല. വാങ്ങട കുറുമ്പ. എന്താ പോരെ? അയ്യോ മതി. എന്താ നിന്റെ പേര്? ചുണ്ടലി. ഇത് തവള, ഞാൻ അത്ത്. പാട്ട കൊള്ളാലോ. എവിടെയാ നിങ്ങളുടെയൊക്കെ വീട്? അയ്യോ സോറി. ഞാൻ എന്റെ പേര് പറഞ്ഞില്ലല്ലോ. നീരജ മേനോൻ. ഈ കെട്ടിടങ്ങളൊക്കെ പണിയുന്നില്ലേ, അത് വരച്ചുണ്ടാക്കുന്ന ആളാ. ആർക്കിടെക്ട് എന്ന് പറയാം. ആന്റിയോട് പിണക്കൊന്നുമില്ലല്ലോ. പോട്ടെട കുറുമ്പ. ബൈ. എത്ര പൈസ? എടാ അവരെ കെട്ടിടുണ്ടാക്കുന്ന ആളാന്നല്ലേ പറഞ്ഞേ? എന്നാ ഉടുപ്പിന് കാശ് വാങ്ങിയതിന് പകരം അവരോട് വീട് കെട്ടിത്തരാൻ പറയായിരുന്നു. എല്ലാത്തിനും കൊല്ലിനെ പോണോ? മേ ഐ കമ്മിങ്? കമിങ് കാർത്തിക്. കോൺഫറൻസുകാരുടെ പ്ലാനിൽ കുറച്ച് മാറ്റം പറ്റുന്നുണ്ട് മാഡം. ഓഫീസ് റൂമിന്റെ പൊസിഷൻ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും മാഡം? ദിസ് ഈസ് ഫൈൻ കാർത്തിക്, ബട്ട് നോട്ട് ഇനഫ്. വർക്കിൽ എപ്പോഴും നമ്മുടേതായ ഒരു ഐഡന്റിറ്റി വേണം. യെസ് മാഡം. പിന്നെ കളക്ടറേറ്റിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. കോൺഫറൻസ് ഹാളിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. സോ നമ്മുടെ പ്രൊജക്റ്റിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവരുത്. ഓക്കെ? ഓക്കെ മാഡം. ഹലോ അമ്മേ, ഒരു മിനിറ്റ്. വേറൊന്നുമില്ലല്ലോ? നോ മാഡം. ഓക്കെ. ഇല്ല, കഴിഞ്ഞിട്ടില്ലമ്മേ. വാവയോടെ? ദാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. മോളോ ദാ അമ്മ. വാവേ, ആ അമ്മയുടെ വാവ കുട്ടിയല്ലേ? അമ്മ പെട്ടെന്ന് വരാട്ടോ. ഒരു പുത്തൻ ഉടുപ്പിടാൻ വലിയ ആശയായിരുന്നു. ആ ദുഷ്ടം കൊട്ടി കാരണം അതും പോയി. സാരില്ലടാ, ഒക്കെ ദൂരെ നിന്ന് കാണാനേ നമുക്ക് യോഗമുള്ളെന്ന് കരുതിയാ മതി. അതല്ലടാ, പണ്ടത്തെ ഒരു ഓർമ്മയുണ്ടാവും എന്റെ മനസ്സിൽ. ഇതുപോലത്തെ നിലാവുള്ള ഒരു രാത്രിയില് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എന്നെ പാട്ട് പാടി ഇറക്കിയ പൂതലാവ് പോലത്തെ അമ്മയുടെ മുഖം നിലാവത്ത് കിടക്കുമ്പോ എനിക്ക് ആ പുത്തൻ ഉടുപ്പും പാട്ടും ഒക്കെ ഓർമ്മ വരും. നീ ആടാ ശരിക്കും ഭാഗ്യവാൻ. നിനക്കൊരു അമ്മയുടെ മുഖെങ്കിലും ഓർമ്മയുണ്ട്. എനിക്കോ ഇവന്മാർക്കോ അതുപോലുമില്ല. വെറുതെ ഒന്ന് കിനാവ് കാണാൻ വേണ്ടിട്ടാ നീ ആ പാട്ടൊന്ന് പാടുവോ? നീ മുമ്പ് പറഞ്ഞ ആ പാട്ട്. കുഞ്ഞേ വാവേ വാവോ കുഞ്ഞോളെ ആരാരിരോ. ഞാൻ നീരജൻ എന്നെ കാണണമെന്ന് പറഞ്ഞത് കളക്ടറേറ്റിനോടനുബന്ധിച്ച് പണിയുന്ന ആധുനിക രീതിയിലുള്ള കോൺഫറൻസുകളുടെ പണി നിങ്ങളെ ഏൽപ്പിക്കാനാണ് തീരുമാനം. സർ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ
അതിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ വിവാദങ്ങള്? വിവാദങ്ങളൊന്നും നീരജ കാര്യമാക്കണ്ട. നിങ്ങളുടെ വർക്കിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എത്രയും പെട്ടെന്ന് കോൺട്രാക്ട് സൈൻ ചെയ്യുക, വർക്ക് തുടങ്ങുക. ഓക്കെ സർ. ഓക്കെ. നിന്നോടൊക്കെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തട്ടി എല്ലാം കൂടെ തെണ്ടാറാണ് സാറേ അവിടെ വിട്ടേരെ, അവരെന്റെ പിള്ളേരാ. എന്നാ പിന്നെ നേരത്തെ അങ്ങോട്ട് പറഞ്ഞുവിടാനുള്ള റാസ്കൽ. മറ്റുള്ളവർക്ക് ശല്യമൊന്നും ഉണ്ടാക്കണ്ട, അടങ്ങി ഒതുങ്ങി തെണ്ടേക്കണം. പിള്ളേരെ വെച്ച് കുറച്ച് കാശ് നീ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷേ മാസം കണ്ടയക്കണം. അയ്യോ അത് പിന്നെ പറയണോ സാറേ? ശരി ശരി. ആ വണ്ടിയുടെ ചുമ്മാ നല്ല ഇയാളെ കാലം ഗംഗാധരെന്ന് വിളിക്കുന്നത്. 10 കാശുണ്ടാവും പിള്ളേരെ. രാവിലെ തുടങ്ങി നിപ്പ ഒരുത്തന്നെ കാണുന്നില്ലോടി. അയ്യോ എന്റെ കൊച്ചിന്റെ മേത്ത് വണ്ടി അറിയേ, കൊച്ചിന്റെ മേത്ത് വണ്ടി അറിയേ. ദൈവം തമ്പുരാനെ രക്ഷിക്കണേ എന്റെ മോനെ. അയ്യോ മക്കളെ കൊടുത്ത് ഒഴിവാക്കുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ റിസ്ക്. എന്ത് കൊടുക്കണം? കിടപ്പ് കൊണ്ടിട്ട് 200 കൊടുക്കാം. അയ്യോ കൊല്ലുന്നേ വേണ്ട. പോലീസ് വരട്ടെ, പോലീസ് വരട്ടെ. ചേട്ടന്മാരെ ഇയാൾ സൂത്രപ്പണിയാ. വണ്ടിയുടെ മുന്നിൽ ചാടില്ല ഇയാളുടെ സ്ഥിരം പരിപാടി. അമ്മയുടെ വാവക്കുട്ടിക്ക് എന്താ വേണ്ടേ? ഇത് വേണോ? വാങ്ങാട്ടോ. ഇത് മഞ്ജു, ആ മോളെന്ന് പിടിച്ചേ. വാ നമുക്ക് അവിടെ കളിക്കാനോ. അങ്ങോട്ട് പോവാട്ടോ. അങ്ങനെ അത് നോക്കി. ഇത് കണ്ടോ? ആ ഹലോ. ആ എന്താ മോളെ ഇത്? ആ ഹലോ. കളിക്കല്ലേ, വെക്കവിടെ. ആ ഹലോ. ആ എന്നിട്ട് നല്ല ആളാ. വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കാന്? എന്റെ മോളെ അവിടെ വെക്ക്. പറയൂ. ആഹാ എനിക്കറിയാം എവിടെയായിരുന്നു. തക്കാളി എടുത്തോളൂ. ശരി. ആ മാങ്ങ വേണം. ഞാൻ വിളിക്കാം. മോളെവിടെ? മോളിവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ മഞ്ജു ഇത്? ഒരു ശ്രദ്ധയില്ലാതെ. വാവേ 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 മോളെ മോളെ. ഈശ്വരാ. അയ്യോ എന്റെ മോളെ. അവിടെ ഒരു അനക്കം.
എന്നടാ കുറുക്ക ഒരു കോള്? കോള് തന്നെ പപ്പമ്മ. ഇതാ നോക്ക്, ഇതിനിവിടെ വരെ കൊണ്ടുവരാൻ പെട്ട പാടെ. ആഹാ, ഒരു വിധത്തിൽ അടക്കി ഒതുക്കി നീതിക്ക് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു തന്നെ. ഒറ്റയായിരിക്കും വായി പ്ലാസ്റ്റർ ഇട്ടു. ഇത് കൊച്ചൊന്ന് ശ്വാസം വിടട്ടെ. അപ്പകുമാരിയെ പോലൊരു കൊച്ചു എങ്കേരുന്നു. കൊച്ചു താനെ ഇങ്ങോട്ട് ഓടിയെത്തിയത. പുറത്ത് കാത്തിരുന്ന് ഞാനിങ്ങോട്ട് പോകും. നിനക്ക് കുറുക്കനെന്ന പേര് വെറുതെ അല്ല. ആമാ, ഇങ്ങനെ ചന്തമുള്ള കൊച്ചിനെ എന്റെ പണിക്ക് പറ്റൂല. ചന്തം കളയാൻ മനസ്സ് വന്നില്ല പപ്പമ്മ. ആഹാ, അതിനുള്ള പണം കുറച്ച് തന്നാ മതി. അപ്പടി സൊല്ല. ഓ, കണക്ക് നോക്കാനൊന്നും നിക്കണ്ട. ഇതിനു മുമ്പ് തന്നപ്പോഴും കണക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉണ്ടോ? പൊക്കോ. അടുത്ത വാരത്തിന് സേലത്തേക്ക് 10 കുട്ടികളെ അയക്കണം. മറക്കില്ല. എത്രയും പെട്ടെന്ന് കൊണ്ടുവരും. പൊക്കോ. ഡേ മമ്മതേ, മാറരാകും. പോയി തട്ടുവെച്ചിട. ചേട്ടായി ഒന്ന് പോ. ഇതിന്റെ ചന്തം കളയണം. അടാടാ, കരയല്ലടാ. എന്നാടാ മോള് കരയണ്ട. മോളുടെ ചന്തം പപ്പമ്മ കളയും. എന്നാലേ 10 കാശ് വിട്ടു. വെക്കടാ മമ്മതേ. വെക്ക്. ശരി, അന്വേഷിക്കാം. ഞാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് മിസ്സസ് മേനോൻ. സർ, ഇതേ മറുപടി തന്നെയാ ഞാൻ ഇന്നലെ മുതൽ കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാമായി എന്റെ മോള. ഒരമ്മയുടെ പ്രാണസങ്കട ഇത്. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ മോളെ കണ്ടെത്തി തരണം പ്ലീസ്. മിസ്സസ് മേനോൻ, നിങ്ങളുടെ ദുഃഖം കാണാൻ കഴിയാഞ്ഞതുകൊണ്ടല്ല. പക്ഷെ പോലീസിന് ഒട്ടനവധി പരിമിതികളുണ്ട്. നിങ്ങളുടെ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സഹായം ഞാൻ ചെയ്തു തരും. ഓക്കെ? സോറി സർ. ഇറ്റ്സ് ഓക്കെ. എന്ത് വിവരം കിട്ടിയാലും ഐ വിൽ കോൺടാക്ട് യു. സർ, ഒരു അപേക്ഷയുണ്ട്. ടെൽ മീ. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവർ കണ്ണിച്ചോരിയില്ലാതെ അവരുപദ്രവിക്കുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഏത് രൂപത്തിൽ കിട്ടിയാലും എനിക്ക് എന്റെ മോളെ കണ്ടെത്തി തരണം. എന്നേക്കടാ പാപ്പമ്മയുടെ കണ്ടുപെടാതെ ഓടി വരാൻ പറ്റൊരു പാട്. ഒരു വിധത്തിലാ സാധനങ്ങൾ എടുത്ത് ബാക്കിയുള്ളവർക്ക് ചുണ്ടലിയോടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പുതപ്പൂണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇന്നലെ രാത്രി ആ കുട്ടിയുടെ കരച്ചിൽ കാരണം ഞാനും ഉറങ്ങിയില്ല. എന്തൊരു കരച്ചിലത്. വിശന്നിട്ടാണോ? നമ്മളിവിടെ വിശപ്പ് സഹിതന്നെ ശീലം ഉണ്ടാവില്ല. പറഞ്ഞ പോലെ അതെപ്പോഴും ഉണരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? എന്റെ അടുത്ത് 50 പൈസ, എന്റെ അടുത്ത് ഒരു 25 പൈസ വേണം. അപ്പൊ 75 പൈസ എന്റെ അടുത്താണെങ്കിൽ 1 രൂപയും. അപ്പൊ പാലും വെള്ളം വാങ്ങി കൊടുക്കാം. കാശിതാ കാശിതാ കാശ്. മോളോ വാ 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 അങ്ങനെ ചക്കര കിട്ടില്ല. എന്തിനു വേണ്ടേ? നമ്മളിവിടെ എന്താ ചെയ്യാ? നമ്മളിവിടെ വളർത്തു. പാപ്പമ്മയെങ്ങാനും കണ്ട ഇവളെയും കൊല്ലും നമ്മളെയും കൊല്ലും. ഇല്ലടാ, ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ നമ്മളിവിടെ വളർത്തും. നമ്മുടെ ഈ ഗതി ഇവക്കും വന്നൂടാ. ഇവളുടെ അച്ഛനും അമ്മയും എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവില്ലേ? അവര് വന്നിരുന്നെങ്കിൽ ഇവളെ നമുക്ക് അവരെ ഏൽപ്പിക്കായിരുന്നു. അവര് വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ നമ്മളിവിടെ വളർത്തും. നമ്മുടെ അനിയത്തിക്കുട്ടിയായി വളർത്തും ഇവിടെ. ശരിയാ, കുറെ നാളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കാം ഒരു അനിയത്തിക്കുട്ടി വേണമെന്ന്. അനിയത്തിക്കുട്ടിയാ. നിനക്ക് മാത്രമല്ലടാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു അനിയത്തി, ഒരു കുഞ്ഞു അനിയത്തി. പട്ടുറുമ്പിന്റെ കാതുകുത്തിന് കാട്ടിലെന്തൊരു മേലാങ്കം. നാട്ടുകാർ വന്നു, വീട്ടുകാർ വന്നു, കേട്ടോരൊക്കെ വിരുന്നു വന്നു. അരിയുമായി ചുണ്ടലി വന്നു, വെച്ചു വിളമ്പാനീച്ച വന്നു, വേവു നോക്കാൻ പൂച്ച വന്നു. പച്ചടി കിച്ചടി വേറെ വെച്ചു, എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും കിട്ടി. എനിക്ക് മാത്രം കിട്ടിയില്ല, എനിക്ക് മാത്രം കിട്ടിയില്ല.
തന്നോളാം, കയ്യിലൊരുമ തരാം. പൊട്ടുകുത്താം കുഞ്ഞാട്ടൻ, പൊൻവള തന്നോളാം. ചക്കരച്ചീ പൂക്കുരുന്നി കുഞ്ഞുമുത്തേ വാ, ചക്കരച്ചീ പൂക്കുരുന്നി കുഞ്ഞുമുത്തേ വാ. കിളി കൊഞ്ചലിത മണിപ്പുഞ്ചിരിത എന്റെ കുഞ്ചിയമ്മേ ചാഞ്ച്, കിളി കൊഞ്ചലിത മണിപ്പുഞ്ചിരിത എന്റെ കുഞ്ചിയമ്മേ ചാഞ്ച്. കണ്ണെഴുതി തന്നോളാം, കയ്യിലൊരുമ തരാം. പൊട്ടുകുത്താം കുഞ്ഞാട്ടൻ, പൊൻവള തന്നോളാം. ഇടുക്കുടുക്കി ചോറും കറികളും, കടുവറുക്ക് പാലിൽ പായസം, മണികിലുക്ക് മഞ്ഞപ്പൂക്കളെ, മഴനിറത്ത് നീയും പൈക്കളെ. പട്ടുവിരിച്ചിട്ട് മക്കളുമിട്ടിട്ട് കുത്തരി ചോറിഞ്ഞെടുത്തോളും, ഇട്ടിരിക്കാനുണ്ട് പൊൻവള നിന്നെ തൊട്ടിരിക്കാനുണ്ട് കുഞ്ഞോ പത്തിരി. ഇത്തിരി കുഞ്ഞനും മത്തനും മുത്തനും ചക്കരയുപ്പേരി, ഇത്തിരി കുഞ്ഞനും മത്തനും മുത്തനും ചക്കരയുപ്പേരി. കണ്ണെഴുതി തന്നോളാം, കയ്യിലൊരുമ തരാം. പൊട്ടുകുത്താം കുഞ്ഞാട്ടൻ, പൊൻവള തന്നോളാം. മിടുമിടുക്കി കാതിൽ കിന്നരം, മുടിമിനുക്കാൻ തൈലം വാങ്ങണം. കിലുകിലുക്കും താക്കോലെങ്ങു പോയി, പണമെവിടെ മോടൻ കൊണ്ടുപോയി. ഉള്ളത് വിട്ടിട്ട് പുള്ളിയുടുപ്പിട്ട് വെള്ളിയ തൊട്ടിയിലാണല്ലോ, മാനമലയിൽ പിഴച്ചു തരാം ഒരു മാലയും കമ്മലും വാങ്ങിയില്ല. പച്ചത്തത്തയും മൈനയും കണ്ടുവച്ചാലെന്റെ മുത്തിന് നാവേറ്, പച്ചത്തത്തയും മൈനയും കണ്ടുവച്ചാലെന്റെ മുത്തിന് നാവേറ്. കണ്ണെഴുതി തന്നോളാം, കയ്യിലൊരുമ തരാം. പൊട്ടുകുത്താം കുഞ്ഞാട്ടൻ, പൊൻവള തന്നോളാം. കട്ടുറുമ്പിന്റെ കാതുകുത്തിന് കാട്ടിലെന്തൊരു മേളാങ്കം, നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു, കേട്ടവരൊക്കെ വിരുന്നു വന്നു. നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു, കേട്ടവരൊക്കെ വിരുന്നു വന്നു. ഓടിക്കോ, വീടോ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ മോളിങ് കൊണ്ട് പുറത്തു കൊണ്ടെന്ന്. അതിപ്പോ പാപ്പ നമ്മളെ കളന്ന് വിചാരിച്ചില്ലല്ലോ. വിചാരിക്കണം, അവൾ അത്രക്കും ഭയങ്കര. ഇനിയിപ്പൊ മോളെയും കൊണ്ട് പുറത്ത് പോവുകയോ വേണ്ട, ആരെങ്കിലും ഒരാൾ കാവലിരിക്കട്ടെ. അതാ നല്ലത്. പേടിച്ചു പോയോ? പേടിക്കണ്ടേ? ഹലോ സർ, ഗുഡ് മോർണിംഗ്. പത്രവാർത്ത കണ്ടില്ലേ നീരജ? കണ്ടു സർ. ദെൻ എന്ത് തീരുമാനിച്ചു? അതായത് ഈ പ്രോജക്റ്റിൽ നിന്നും പല കാരണങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറാം, അല്ലെങ്കിൽ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം. എന്തു വേണം? തീരുമാനം നീരജയുടേതാണ്. സർ, അലിഗേഷൻസ് ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എനിക്കൊറ്റ ഡിസിഷനേ ഉള്ളൂ, ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കുക. വെരി ഗുഡ്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ വർക്ക് ഏൽപ്പിച്ചത് തന്നെ. താങ്ക് യു വെരി മച്ച് സർ. പിന്നെ മോളുടെ കാര്യം, പുതിയ SP എന്റെ ഫ്രണ്ടാ. ഞാൻ പുള്ളിയോട് പ്രത്യേകം സംസാരിച്ചിട്ടുണ്ട്.
ഉണ്ടാവാതിരിക്കില്ല. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. ഓക്കെ നീരജ, ഗുഡ് ലക്ക് ടു യു. താങ്ക് യു സർ. അമ്മ പേപ്പർ ന്യൂസ് കണ്ടില്ലേ? കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ചെന്ന് ചാടുമോന്ന് എന്റെ പേടി. എനിക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഇതിന്ന് പിന്മാറാനോ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യാനോ പറ്റില്ലമ്മേ. അങ്ങനെ ചെയ്യണമെന്നല്ല, ഒന്നാമത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ നീ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രൊജക്ട് വേണ്ടെന്ന് വയ്ക്കാൻ. അതൊരു നഷ്ടമായി കണക്കാക്കണ്ട. ഇനി എനിക്ക് എന്താ അമ്മേ നഷ്ടപ്പെടാനുള്ളത്? ആകെയുള്ളത് നന്ദേട്ടൻ ഈ സ്ഥാപനത്തിനുണ്ടാക്കി തന്ന പേര്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പണി ഉടനെ തുടങ്ങാൻ തന്നെയാ എന്റെ തീരുമാനം. നാളെ നമ്മുടെ മാവയുടെ പിറന്നാള്. ചോക്ലേറ്റും പഴവും പായസവും പുത്തനുടുപ്പുകളുമായി എവിടെയാണെന്നറിയാതെ, വരുമെന്ന് പോലും അറിയാതെ കാത്തിരിക്കാൻ നമ്മളല്ല. ഇത്തവണ വന്നില്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും വരില്ല എന്ന് എന്റെ മാമ. എനിക്ക് 2 കയ്യിലുള്ളൂ, നിനക്ക് കണ്ടൂടെ? എന്റെ അനിയത്തി അവിടെ തനിച്ചാ. ഓണനും എന്നെ കണ്ടില്ല, അവള് കരയും. ഒന്ന് വേഗം താ അമ്മാവാ. മോനെ, കുട്ടികളെ കുറിച്ച് കരയുന്നത് നല്ലതാ, ഒരു എക്സർസൈസ് ആവൂലേ? ചെറിയ കുട്ടിയുടെ ആൾക്കാർ ഈ മരുന്ന് വാങ്ങിക്കൊണ്ടുവരണം. ഞങ്ങൾ പോയി വാങ്ങിച്ചു തരാം. ചേട്ടാ, ഈ മരുന്ന് വേണം. ഇത് 460 രൂപയാവും. കാശുണ്ടോ? 65 രൂപ ഉള്ളൂ. ബാക്കി ആര് തരും? പിന്നെത്ര? അത് ശരിയാവില്ല. ഞങ്ങൾ അനിയത്തിക്ക് അപകടം പറ്റി, മരുന്നെത്തിക്കുന്ന ആകെ പ്രശ്നമാവും. കടത്തിന്റെ പരിപാടി ഇവിടെ ഇല്ലെന്ന് പറയല്ലേ? അമ്മാവ എന്താണ്? അമ്മാവ, ഞങ്ങൾക്ക് കുറച്ച് കാശ് വേണം. അതിന് സാധനം ഞങ്ങൾ പിന്നെ കൊണ്ടുവരാം. ഇപ്പൊ ഞങ്ങൾക്ക് 400 രൂപ വേണം. 400 രൂപയെ? എന്തിനാത്ര വലിയ തുക? മരുന്ന് വാങ്ങാനാ. 2-3 ദിവസത്തിനുള്ളിൽ അത്രയും രൂപയ്ക്കുള്ള സാധനം കൊണ്ടുവന്ന് തന്നോളാം. അത്രയും സാധനം എത്തിക്കാൻ ദിവസത്തിൽ പിടിക്കുന്ന എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡെഡ് മണീസ് ആവൂലേ? പറഞ്ഞു നേരം കളയല്ലേ അമ്മാവ, ഞങ്ങളുടെ അനുജത്തെ ആശുപത്രിയില്ല. എന്നിട്ടാണ് നിങ്ങൾ കിറങ്ങി നടക്കുന്നത്? വേറെ ആശുപത്രി പോണോ? കാശില്ലാതെ മരുന്ന് കിട്ടില്ല, ഒന്ന് സഹായിക്കാമാവ. ഇത് സഹായ സ്ഥാപനമല്ല മക്കളെ, കച്ചവട സ്ഥാപനമാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് പകുതി കാശ് മതി. ഒന്ന് സഹായിക്കാമാവ. 4-ൽ 1 തരാന്ന് പറഞ്ഞാലും കാലട തരില്ല. സാധനം ഉണ്ടോ പണം തരാം. മക്കളോ വേറെ ആരോടും ചോദിക്കും. ഇയാള് ദുഷ്ടനാ. വാ, ദുഷ്ടനാണെങ്കിൽ ദുഷ്ടൻ.
അമ്മാവ അമ്മാവ എന്തോന്ന് അമ്മാവ ഞങ്ങൾ ഒന്ന് സഹായിക്കാമോ? ഒന്ന് സഹായിക്കാമോ? ഒന്ന് ഒറ്റയ്ക്ക് കൊടുക്കാമോ? അമ്മാവ ഞങ്ങളുടെ അനുജത്തി ആശുപത്രിയില മരുന്ന് വാങ്ങാൻ കാശ് തികയില്ല, ഒന്ന് സഹായിക്കാമോ? മരുന്നിന് കാശില്ലെങ്കിലേ പോയി കെട്ടിത്തൂങ്ങി ചാകടാ ഒറ്റയാരന്മാരെ. ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല, വേഗം തിരിച്ചു തരാം. തിരി കാശിതാമ്മാവ. മരുന്ന് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ അനുജത്തി ചത്തുപോകും. അനിയത്തി ചത്തുപോട്ടെ. ആഹാ, നിങ്ങളോ? എന്തിനാ അയാൾ തള്ളിയിട്ടത്? ഞങ്ങൾ അനിയത്തിക്ക് മരുന്ന് വാങ്ങാൻ കാശ് വെച്ചതിനാ. അനിയത്തിക്ക് എന്താ പറ്റിയത്? കണ്ണു മാറുന്ന വണ്ടി കൊണ്ട് എറിഞ്ഞതാ, ആശുപത്രിയില. മരുന്ന് വാങ്ങിയില്ലെങ്കിൽ അവള് ചത്തുപോകും. കരയണ്ട, ഞാൻ പൈസ തരാം. അവിടെ എവിടെയെങ്കിലും വിരിച്ച കുട്ടികൾ ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല, കൊണ്ടുപോ, വേറെ കൊണ്ട് കൊണ്ടുപോ. നോക്കണ്ട, നിലത്തോടെ നോക്കിക്കോ. അവിടെ വെച്ചാളി. പിടി പിടി പിടി. നിവർത്തി പിടി. പതുക്കെ പതുക്കെ. നോക്കിക്കേ. കരയണ്ട, എല്ലാം മാറും. എന്നിട്ട് എന്താ എന്നെ ഇൻഫോം ചെയ്യാതിരുന്നത്? ഇവിടെ വിളിച്ചു പറഞ്ഞോ? സൈറ്റിലൊരു കുട്ടിക്ക് അപകടം പറ്റിയത് എന്തുകൊണ്ട് എന്നെ ആരും അറിയിച്ചില്ല? സോറി മാഡം, അതത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നിയില്ല. തന്നെയല്ല, അതൊരു തെരുവുകുട്ടിയായിരുന്നു. തെരുവ് കുട്ടിയായാലും കോടീശ്വരന്റെ കുട്ടിയായാലും ജീവന്റെ വില ഒന്ന് തന്നെയാ, മനസ്സിലായോ? വാ മഞ്ജു. എന്താ രക്ഷപ്പെടാം. കുട്ടികളുടെ വാർഡ് എവിടെയാ? സെക്കൻഡ് ഫ്ലോറില്. ഇവിടെ ഒരു ചെറിയ കുട്ടി അതവിടെ ഉണ്ടായിരുന്നല്ലോ. അതിനെയും കൊണ്ട് പിള്ളേര് പോയി. എങ്ങോട്ട്? ആ കുട്ടിക്ക് കാര്യമായിട്ടെല്ലാം പറ്റിയോ? ആ കുട്ടികൾക്ക് കൈയും കാലും പോയാലെന്താ? തെരുവിലുള്ള പിള്ളേരല്ലേ. അല്ല, നിങ്ങൾ അവരുടെ ആരാ? ആരുമല്ല. കണ്ട തെരുവിലുള്ളവരൊക്കെ നോക്കാൻ ആളുണ്ട്. കാലം പോണ പോക്കേ. ആരാ നിങ്ങള്? എന്താ അവിടെ പണി? ആഹാ, അത് ശരി. ഇതിന്റെ കയ്യിലും തലയിലും കാലിലും ഒക്കെ ഓരോന്ന് വെച്ച് കെട്ടി ഇതിനെയും കൊണ്ട് തെണ്ടിക്കാനുള്ള പരിപാടിയാണല്ലേ? എടുക്കടാ, കടക്കട പുറത്ത്. എന്നോട് ചോദിക്കാതെ ഇവിടെ കയറാൻ നോക്കുന്നോ? കണ്ടുപോകാൻ ഒറ്റ ഒരുത്തനും ഈ ഏരിയയില്. പോടാ പോടാ പോടാ. നിക്കടവിടെ. എവിടെ പോവാടാ? ഞങ്ങളുടെ അനിയത്തിക്ക് അപകടം പറ്റിയപ്പോ കൊണ്ടുപോകുന്ന സ്ഥലത്തുണ്ട്. ഇവിടെ ഒന്ന് കയറി. എന്തപകടം? JCB തട്ടിയതാ. ഇവിടുന്ന് പുറത്തിറങ്ങിയ മോളെ അവർ കൊണ്ടുപോകും. ആര്? ആ പാപ്പമ്മ. ആർക്കും ആരെയും കൊണ്ടുപോകാനാകില്ല. ആർക്കും ആരെയും കൊണ്ടുപോകാനാകില്ല. വാ വരേടാ. ഇതിനെയും കൊണ്ട് ഇനി എന്ത് ചെയ്യാനാ നിങ്ങളെ പരിപാടി? പണിയെടുത്തവളെ പോറ്റണം. പോറ്റിക്കോ പോറ്റിക്കോ. പക്ഷേ വലിയ ആശകളൊന്നും വേണ്ട. ഞാനും കുറെ ആശിച്ചതാ, ഒന്നും നടന്നില്ല. ആശയല്ല കുഴപ്പത്തിനും കാരണം, ഒടുക്കത്തെ ആശകള്. കണ്ടോ ഈ കടൽപ്പാലം? പണ്ടിതുവഴിയെ ഒരുപാട് കപ്പലും വലിയന്മാരും വന്നു പോയതാ. ഇപ്പൊ നോക്ക്, പകുതി പാലം കടൽ കൊണ്ടുപോയി. ഇനി ബാക്കിയും കടലെടുക്കും. ഒരു ദിവസം ഞാനും പോവും. ലോകം മുഴുവനും കടലെടുക്കും. ഞങ്ങളിനി ഇവിടെ കൂടിക്കോടാ. ഇവിടെ ഒരുത്തനും വരികയല്ല. വന്നാ കൊല്ലും ഞാൻ.
யாருக்காக இந்த மாளிகை வசந்த மாளிகை யாருக்காக കഴിക്കുമോളൂ നല്ല കുട്ടിയില്ല കഴിക്കല്ലേ നല്ല കഴിക്കുമോളൂ കഴിക്കൂ എന്ത് 1 മണിക്കൂറായി കിടന്ന് കരുത കരിച്ച എന്താ ചെയ്യാ ഭക്ഷണം കഴിക്കുമോളെ வீடு வரை உறவு வீதி வரை மனைவி காடு வரை செல்வன் கடைசி வரை யாரோ கடைசி வரை யாரோ കരയിലെ നീ ആ പാട്ടൊന്ന് പാട് നിന്റെ അമ്മയുടെ താരാട്ട് പാട്ട് നേരാടാ അത് കേട്ടാ മോൾ ഉറങ്ങു പാടടാ നിന്റെ അമ്മ പാടാറുള്ള താരാട്ട് പാട്ട് കുഞ്ഞി ബാബു ബാബു കുഞ്ഞോളെ ആരാരിരോ കുഞ്ഞി ബാബേ ബാബോ കുഞ്ഞോളെ ആരാരിരോ ആങ്ങള മുത്തം തരാലോ പൊന്നോമന പെങ്ങളുറങ്ങ് ആങ്ങള മുത്തം തരാലോ പൊന്നോമന പെങ്ങളുറങ്ങ് കുഞ്ഞി ബാബേ ബാബോ കുഞ്ഞോളെ ആരാരിരോ ആരുമില്ലാത്തോരെ പാടിയുറക്കുന്നു സ്നേഹത്തിൻ തൊട്ടിലിൽ ദൈവം താരാട്ട് കേൾക്കാത്ത ഞങ്ങൾ ഉറക്കുന്നു താമരപ്പൂമൊട്ടെ നിന്നെ പനിനീർ കുടമല്ലേ മിഴികൾ നിറയല്ലേ കാറ്റ് കഴുകാൻ വായോ കുഞ്ഞി വാവേ വാവോ കുഞ്ഞോളെ ആരാരിരോ വാഴയില കൊണ്ടു മുത്തുക്കൂട തരാം രാമഴ പെയ്യുമ്പോൾ ചൂടാം കുഞ്ഞി വയറ്റിന് പാലടയുണ്ടാക്കി പൊന്നമ്പിളിക്ക് തരാലോ എല്ലാം നീയല്ലേ എങ്ങും പോകല്ലേ പൂവിൽ നിറയും തേനേ കുഞ്ഞി വാവേ വാവോ കുഞ്ഞോളെ ആരാരിരോ ആങ്ങള മുത്തം തരാലോ പൊന്നോമന പെങ്ങളുറങ്ങ് ആങ്ങള മുത്തം തരാലോ പൊന്നോമന പെങ്ങളുറങ്ങ് കുഞ്ഞി വാവേ വാ
ജോലിക്കാര്യത്തിന് വന്നതാ. എന്റെ മോന്റെ കാര്യം മുഖ്യമന്ത്രിയോടൊന്ന് പറയാൻ വന്നതാ. അവനെ കാണാതായിട്ട് വർഷം 3 കഴിഞ്ഞു. മീൻകാര ബോട്ട് പോയതാ. പാകിസ്ഥാനിലെ കടയിൽ വെച്ച് പിടിയിലായെന്ന് പത്രവാർത്ത കണ്ടു. പിന്നെ നിവേദനങ്ങളുമായി ഒരുപാട് നടന്നു. ഒരു കാര്യം ഉണ്ടായില്ല. കഴിഞ്ഞ കൊല്ലം അവനെ കാത്തിരുന്ന് കണ്ണീര് കുടിച്ച് അവന്റെ അമ്മ പോയി. കാണുന്നതിന്റെ മുമ്പ് അവനൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നീരജമേനോൻ വിളിക്കുന്നു. മോള് ചെല്ലേ. നമസ്കാരം. നമസ്കാരം. ഇത്തരം മാൻ മിസ്സിംഗിൽപ്പെട്ട ഒരുപാട് കേസുകളുണ്ട്. എനിവേ, ഞാൻ വേണ്ടത് ചെയ്യാം. സർ, ഇത് വെറുമൊരു മാൻ മിസ്സിംഗ് കേസായി കാണരുത്. ഇറ്റ് ഈസ് പ്യൂർലി എ മാൻ മിസ്സിംഗ് കേസ്. പോലീസിന് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. എന്റെ കുട്ടി നഷ്ടപ്പെട്ട ദുഃഖത്തിന്റെ പേരിൽ മാത്രമല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. സർ, കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്നും തട്ടിക്കൊണ്ടു പോകപ്പെട്ട കുട്ടികളുടെ ലിസ്റ്റാണിത്. ഒരാളെ പോലും കണ്ടെത്താനായിട്ടില്ല. മക്കളെ നഷ്ടപ്പെട്ട് അവരെ ഓർത്ത് കണ്ണീര് കുടിക്കുന്ന അവരുടെ അച്ഛനമ്മമാർക്ക് കൂടി വേണ്ടിയാ ഞാനിപ്പോ സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുന്നു. പറഞ്ഞോളൂ. സോറി സർ, ഞാൻ സാറിനെ മനഃപൂർവ്വം ഹരാസ് ചെയ്യാൻ ശ്രമിക്കുകയല്ല. ആ കാണുന്ന കുട്ടികള് കയ്യോ കാലോ കണ്ണോ നഷ്ടപ്പെട്ടിട്ടായാലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അങ്ങനെയായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടണം. പുറത്ത് അങ്ങയെ കാത്തിരിക്കുന്ന ആ വൃദ്ധന് മകനെ തിരിച്ചു കിട്ടണം. അതിനുള്ള ദയ, നടപടി അതെങ്കിലും അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. വരൂ. വേണ്ടത് ഉടനെ ചെയ്യും. മാക്സിമം പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച്. ഓക്കെ സാർ. നീരജ, ധൈര്യമായിട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കും. താങ്ക് യു സർ. പോലീസുകാരെല്ലാരും പിടിച്ചോണ്ട് പോവാ. കണ്ടുപിടണ്ട. വാ. പാപ്പമ്മ, വാടി ഇവിടെ. കളക്ടറുടെ ഓർഡർ ഉണ്ട് തെരുവിള്ളേരെ മുഴുവൻ പൊത്താൻ. നിന്റെ പിള്ളേരെ എങ്ങോട്ടാച്ചാ മാറ്റിക്കോ. വിവരം തന്നതിനും ரொம்ப നന്ദി. നന്ദി മാത്രം പോരാ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാണണം. കണ്ടോ? നോക്ക്. ഞാനല്ലേ പറഞ്ഞത്. ആരും ഒന്നും തന്നില്ല. ആരും ഒന്നും തരില്ല. എന്താ നിന്റെ പേര്? രാജേഷ്. എവിടെ വരുന്നത്? കൊറേ ദൂരെന്നാ. ആ, അത് മനസ്സിലായി. വീട്ടിന് ചാടി പോന്നല്ലേ? കരഞ്ഞ വിശപ്പ് മാറോ? കഴിച്ചോ, നല്ലപോലെ കഴിച്ചോ, വിശപ്പ് മാറട്ടെ. വെള്ളം കുടിക്കും. നീ എന്തിനാ വീട് വിട്ടു പോകുന്നത്? അച്ഛൻ തല്ലി. എന്തിന്? പരീക്ഷയ്ക്ക് തോറ്റേന്. എന്ത് തന്നെ കാര്യം? ടീച്ചർ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നെ ഒന്നിനും കൊള്ളില്ലെന്നും പറഞ്ഞു. കൂട്ടുകാരൊക്കെ കളിയാക്കി. നിനക്ക് ആരൊക്കെയുണ്ട്? ഡാഡിയും മമ്മിയും സിസ്റ്ററും ഒക്കെ ഉണ്ട്. ഇവൻ എന്ത് ഭാഗ്യവാനാ. ഇവൻ എല്ലാരും ഉണ്ട്. അമ്മമ്മയുണ്ടോ? നീ വീട്ടിലേക്ക് തിരിച്ചു പോണം. ഇനി ഞാൻ പോവില്ല. പോവാതെ നീ എവിടെ ജയിക്കും? നിങ്ങളുടെ കൂടെ. വേണ്ട, ആരില്ലാത്തവരാ ഞങ്ങള്. എനിക്ക് അറിയില്ല. നിനക്കെല്ലാവരും ഉണ്ടല്ലോ. എനിക്ക് വേണ്ട അവരെ. ആരില്ലാത്തതിന്റെ സങ്കടം ഞങ്ങൾക്കറിയാം. ഒരിക്കലെങ്കിലും അച്ഛന്നോ അമ്മാന്നോ വിളിക്കാൻ കൊതിക്കുക ഞങ്ങള്. അവരെനിക്ക് ഇഷ്ടമല്ല. ഈ പട്ടണത്തിൽ ആർക്കാ നിന്നോട് ഇഷ്ടം? ഇവിടെ ആരും സ്നേഹിക്കില്ല. എല്ലാരും ഉപദ്രവിക്കും. നമ്മളെ പ്രായത്തിലെ കുട്ടികളെ വിൽക്കും, കണ്ണൂത്തി പൊട്ടിക്കും, തെണ്ടിക്കും. എന്നാലും ഞാൻ പോവില്ല. പോണം, നീ പോയേ മതിയാവും. ഇനി ആരും ഞങ്ങളെപ്പോലെ ആവരുത്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ നടക്കുന്നതൊക്കെ
നീ കാണണം. എനിക്കിപ്പൊ എന്റെ വീട്ടിൽ പോണം. ഈ രാത്രിയിലോ? ഇപ്പൊ പോണം. എനിക്ക് എന്റെ മമ്മിയെ കാണണം. എന്തായാലും നേരം വെളുത്തോട്ടെ. ഏതായാലും ഒളിച്ചോടി പറഞ്ഞാൽ നിനക്കിപ്പോ തോന്നിയല്ലോ. ഇല്ല, ഞാൻ എന്റെ ഡാഡിനെ മമ്മിയെ വിട്ട് എവിടേക്കും ഒളിച്ചോടില്ല. മതി, ഇന്ന് രാത്രി നീ സുഖമായി കിടന്നുറങ്ങും. നാളെ രാവിലെ പോവാം. ഈ വണ്ടിക്ക് പോയാൽ നിന്റെ വീടാക്കാം. ഞാൻ കയറിക്കോ. കേറ് കേറ്. കേറുന്നുണ്ടോ വേഗോ? പോട്ടെ. വാ 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 കേറ്. റൈറ്റ്. ടാറ്റാ. പുതിയ നഗര വൈകുന്നേരം ആകുമ്പോ ഞാൻ വരും. എല്ലാത്തിനെയും സ്ഥലത്ത് കണ്ടോണം. കൈനേരം കാണിച്ചു കാണണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. വേണവേ നീയൊക്കെ ബസ്സിനടുത്തേക്ക് പോയിക്കോ. നീയൊക്കെ കടപ്പുറത്തേക്ക് പോയിക്കോ. കേരളത്തേക്ക് നീ കിടക്കുന്നു. ഏത് മറ്റവന്റെ മോന്റെ കണി കൊണ്ടാണോ ഇന്ന് എഴുന്നള്ളിയത്? 10 പൈസയുടെ ഗുണമില്ലാത്തൊരു ദിവസം. അതങ്ങനെ ഐശ്വര്യമെന്ന് പറയുന്ന ഒന്നും നിനക്കുണ്ടോ? തല പുറത്ത് കണ്ടപ്പോഴേ തള്ളയെ കെട്ടിയെടുത്ത ജന്തു അല്ലേ? ഞാൻ വണ്ടിക്ക് മുമ്പ് ചേരി കാശ് സമ്പാദിക്കുന്നതുകൊണ്ടല്ലേ പേച്ചു പോകുന്നത്. ഞാനില്ലാതായ മനസ്സിലാവും. എന്ത് മനസ്സിലാവാനോ? വേണ്ടടി ഒരുത്തനെ കെട്ടിയെടുക്കുന്നുണ്ട്. മറിക്കോ മറിക്കോ. വാ വരുന്നുണ്ട് വരുന്നുണ്ട്. റെഡിയായിക്കോടി റെഡിയായിക്കോ. അയ്യോ, സ്പീഡിലുള്ളപ്പോ ഞാൻ ചാടില്ല. അങ്ങ് മുടങ്ങോടി. എടി അങ്ങോട്ട് ചെല്ലടി. ചാട്. ചാടാനല്ലേ പറഞ്ഞത്? എടി ചാടാൻ. ചാടിക്കോ. തോന്നുന്നു പോയി തോലേട്ടെ. എടുത്തോണ്ട് പോക്കോ. സമയം കളയാണ്ട് എടുത്തോണ്ട് പോ. ചെക്കനെടുക്കണം. പണമടക്കണം. 600. പറഞ്ഞത് കേട്ടില്ലേ? പണമടക്കണം. എന്റെ കയ്യിലില്ല. അത് പറഞ്ഞാ പറ്റില്ല. ഞാൻ നാളെ തരാം. ഞാൻ ഇവിടുത്തെ ജോലിക്കാരനാണ്. പണം കിട്ടാതെ ഒന്നും ചെയ്യില്ല. ഞാൻ കാല് പിടിക്കാം. എന്റെ പൊന്നിനെ ഇങ്ങനെ കാണാൻ വയ്യ എനിക്ക്. എന്ത് പറഞ്ഞാലും പറ്റില്ല. പണം ഇല്ലെങ്കിൽ മറ്റെവിടെയും കൊണ്ടുപോകും. ഞാൻ കാരണം എന്റെ പൊന്നി ചത്തത് അവരുടെ ശവങ്ങൾ ദഹിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനെന്തൊരു പാപിയാ. കാശ് ഞങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഭിക്ഷാടന മാഫിയക്കെതിരെ എന്തൊക്കെ മൂവ്മെന്റ്സ് ഉണ്ടെന്ന് അറിയാൻ പത്രങ്ങൾക്കും പബ്ലിക്കിനും താല്പര്യമുണ്ട്. സർ, ഇപ്പോൾ നടത്തുന്ന മൂവ്മെന്റ്സ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീരജമേന്റെ കുട്ടിയെ കാണാതായിട്ട് ദിവസങ്ങൾ എത്രയായി? അതിനുശേഷം സെയിം കേസ് നഗരത്തിൽ 3 ആവർത്തിച്ചു. പാരന്റ്സിന്റെയും പത്രങ്ങളിലും ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ കൈമലർത്ത. അന്വേഷണം നടക്കുന്നുള്ള പൊതുപല്ലവി ഇവിടെ ഒരുവിടുന്നു. സർ. അത് മാറണം. ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ട് ആരൊക്കെ അവരെ സഹായിക്കുന്നുണ്ട് സർ. ഇറ്റ് ഈസ് ഷെയിം കമ്മീഷണർ. അവരാരാണെന്ന് കണ്ടെത്തണം. ഒപ്പം കാണാതായ കുട്ടികളെയും. അറ്റ്ലീസ്റ്റ് ഒരാളെയും കണ്ടെത്താൻ കഴിഞ്ഞാൽ അതുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയെങ്കിലും നമുക്കുണ്ടാവില്ലേ? സർ, സോ ഇതുപോലൊരു സാധാ അന്വേഷണ റിപ്പോർട്ടിംഗ് താല്പര്യമില്ല. ഐ വാണ്ട് പോസിറ്റീവ് റിസൾട്ട് വിത്തിൻ 3 days. ഓക്കെ സർ. சரக்கு வச்சிருக்கா வறுக்கு வச்சிருக்கா கருத்த கோழி மிளகு போட்டு வறுக்கு வச்சிருக்கா சரக்கு வச்சிருக்கா வறுக்கு வச்சிருக்கா கருத்த கோழி மிளகு போட்டு வறுக்கு வச்சிருக்கா கோழி ரசியா இன்ன கோழிய தின்னு குமரி ரசியா இன்ன குமரிய தின்னு சரக்கு வச்சிருக்கா നീ വരണോ? തവളയും ചുണ്ടലും നത്തൊക്കെ എന്റെ കൂടെ ഉണ്ട്. എനിക്ക് എല്ലാരും കാണാം. നിങ്ങൾ വന്നിറങ്ങിയൊക്കെ ഞാൻ കണ്ടിരുന്നു. കിടമ്പന്റെ കണ്ണിപ്പെടാതിരിക്കാൻ മറഞ്ഞിരുന്നതാ. തിരുമ്പന്റെ ഇടയും തൊഴിയും മുമ്പത്തേക്കാളും കൂടുതലാ. കഴിഞ്ഞ ആഴ്ച ഒരു സ്കൂൾ കുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അറിഞ്ഞ് ആദ്യ പ്രശ്നമായി. അതുകൊണ്ടാ അവിടെ ഇങ്ങോട്ട് പോന്നേ. അവന്റെ കൂടെ എന്നാ അവൻ എല്ലാരും കൊല്ലും. ഓടിപ്പോയിക്കൂടെ നിനക്കൊക്കെ? എങ്ങോട്ട് പോവാനാ? പട്ടിണി കിടന്ന് ചാവില്ലേ? ഇത്രയും കാലായിട്ട് ഞങ്ങൾ ചത്തോ? ഇല്ലല്ലോ. ഞങ്ങളിവിടെ പണിയെടുത്താ ജീവിക്കുന്നത്. എനിക്ക് രക്ഷപ്പെടണം. പേടിയാവുന്നു. പേടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാത്രി എല്ലാരോടും പോയി പറയണം. നാളെ തെണ്ടാൻ വിടുമ്പം ആരും അറിയാതെ മുങ്ങണം. എവിടേക്ക്? കടപ്പുറത്തെ ലൈറ്റ് ഹൗസിന് അങ്ങോട്ട് വന്നാ മതി. ഞാൻ അവിടെ ഉണ്ടാവും. നാളെ കടൽപ്പാട്ടിന് ജന്തുക്കളെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി തൊലഞ്ഞ കൃമികീടകൾ? കുറച്ചു നേരം കൂടി കാത്തു നോക്കാം. കാത്തിരുന്ന നിന്റെ തണ്ടോണ്ടോ നിർത്തിക്കോ. അവരെ ആരെങ്കിലും തട്ടിയെടുത്തതാണോ? അവരെ ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി ശിവരാത്രിയായിരിക്കും. എവിടെയെങ്കിലും പോയി അന്വേഷിക്ക്. പാതരാത്രിക്ക് മുമ്പ് ആ 32 ജന്തുക്കളെ എനിക്ക് വേണം. പോയി അന്വേഷിക്ക്. വീട് വരെയുറവ്, വീതി വരെ മனைவி, കാട് വരെ സെൽവൻ, കടശി വരെയാ. ആലോചിച്ച് നേരം കളഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വരെ നമ്മൾ 4 പേരുടെ കാര്യം നോക്കിയാൽ മതിയായിരുന്നു. ഇനി അത് പോരാ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കച്ചവടം തുടങ്ങിയാലോ? ഓ, ഇവിടെ വിശപ്പുവാൻ കാശ് എങ്ങനെ ഉണ്ടാക്കുന്ന ആലോചിക്കുമ്പോ അവനൊരു കച്ചവടം. പിന്നെ എന്താ ഒരു വഴി? എടാ, ഞാനൊരു കാര്യം പറയട്ടെ. കച്ചവടത്തിന് അറിയണമെങ്കിൽ മക്കളെ വിട്ടേരും. അതല്ലടാ, നീ നന്നായി പാടും. ഇവന് ഡാൻസും അറിയാം. ഇവന് താളം പിടിക്കും. ഇവരിൽ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. അതിന് നമുക്കൊരു പാട്ട് സംഘം ഉണ്ടാക്കിയല്ലോ. പാട്ട് കൊണ്ടോ? അതെ, ഈ നഗരം മുഴുവൻ നമ്മൾ പാട്ടുപാടി അവതരിപ്പിക്കും. നാട്ടുകാർ കാശും പിരിക്കും. കാശിന് വേണ്ടി ആരോട് കൈനീട്ടരുത്. നീ എന്നാ പറഞ്ഞോളാം പാട്ട്. അതിന് നമ്മൾ പിച്ചക്കാശല്ല വാങ്ങുന്നത്. നമ്മുടെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലമാണ്. പറഞ്ഞ നേരാടാ. ആരും പാടാത്ത പാട്ട് പാടാൻ നമുക്ക് പറ്റും. വിശപ്പിന്റെ പാട്ട്, ഈ തെരുവിന്റെ പാട്ട്.
ഇഷ്ടമായിരുന്നു നിങ്ങളുടെ പാട്ടും ഡാൻസും. നിങ്ങളൊക്കെ ഇത്ര കഴിവുള്ള കുട്ടികളാണെന്ന് ലോകം അറിയണ്ടേ? നിങ്ങളോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാം. എന്റെ കൂടെ വരുന്നതിൽ ആർക്കും വിരോധമില്ലല്ലോ? വരും. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. എന്റെ പേര് ജോസ് മാവേലി. ഡോക്ടറുടെ കഥകളൊക്കെ വായിക്കുന്ന താങ്ക് യു. ഡോക്ടർക്ക് സാമൂഹ്യ പ്രവർത്തനം ഉണ്ടല്ലേ? എല്ലാം വേണമല്ലോ ഒരു സാമൂഹ്യ ജീവിക്ക്. തെരുവ് കുട്ടികളെ ഭിക്ഷാടനത്തിൽ നിന്ന് മോചിപ്പിക്കാനും സംരക്ഷിക്കാനുള്ള യജ്ഞത്തിലാണ് ഞങ്ങൾ. അവർക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് ജനസേവാ ശിശുഭവൻ. തെരുവിലലയുന്ന കുഞ്ഞുങ്ങൾ പുതിയൊരു ലോകം സ്വപ്നം കാണുന്നു. വളർന്നു വലിയവരാകാൻ മോഹിക്കുന്നു. അവരെ നമുക്ക് അവഗണിക്കാനാവില്ല. നാളത്തെ ലോകം അവരുടേതാണ്. അക്കാര്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അവർ ആളുകൾക്ക് മുമ്പ് കൈകിട്ടുന്ന അവർക്ക് വേണ്ടിയല്ല ഡോക്ടർ. അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്ന ഭീകരന്മാർ ബിസിനസ് ആക്കിയിരിക്കുകയാണ്. തീർച്ചയായും ഇതൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം. യാചന നടത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും അവരെ തന്നെ പീഡിപ്പിക്കുകയാണ്. സ്വമേധയല്ല അവർ തെണ്ടുന്നതെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ കണ്ടെത്തിയ കുഞ്ഞുങ്ങൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. തന്നെയുമല്ല അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമാണ്. സമയം ഉണ്ടാകുമെങ്കിൽ ഡോക്ടർ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരിക. അവിടെ കുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു നേരിട്ട് കാണാമല്ലോ. തീർച്ചയായും അവരെയും എനിക്കൊന്ന് കാണണം. എക്സലന്റ് ഡോക്ടർ, റിയലി എക്സലന്റ്. സന്തോഷത്തോടൊപ്പം ഞാൻ കളക്ടറായിരിക്കുന്ന സിറ്റിയിൽ ഇത്രയും കഴിവുള്ള കുട്ടികൾ തെരുവിൽ കഴിയുന്നതിന്റെ വേദനയുണ്ട്. ഡോക്ടർ പറയൂ, ഞാൻ എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? കെട്ടുകാഴ്ചകൾക്കും മേളക്കൊഴുപ്പുകൾക്കും സൗന്ദര്യ പ്രദർശനങ്ങൾക്കും ഇടയിൽ തീർച്ചയായും ഒരു അപവാദമാകുമെന്നറിയാം. എങ്കിലും ഒരു എളിയ ശ്രമം. കലോത്സവത്തിന്റെ പ്രോഗ്രാം ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇവരും ഉണ്ടാ കമ്മിറ്റിയിൽ. ADM എന്ത് പറയുന്നു? സാർ, ഇപ്പൊ തന്നെ നമ്മൾ 2 ഗസറ്റ് പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ജുഗൽബന്ദി. അതിനിടയിൽ സ്ട്രീറ്റ് പിള്ളേരൊക്കെ വെച്ച് പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ RDOയുടെ ഒപ്പീനിയൻ? സാർ, ഓൾറെഡി നമ്മൾ ബ്രോഷർ അടിച്ചു കഴിഞ്ഞു. പ്രോഗ്രാംസും ഫിക്സഡ് ആണ്. തന്നെയുമല്ല ഒരുപാട് VIP-കളും ഇൻവൈറ്റഡ് ഓഡിയൻസും വരുന്ന പ്രോഗ്രാം അല്ലേ. സ്പോൺസേഴ്സിനോട് നമ്മൾ എന്ത് മറുപടി പറയും? സാറ് കരുതുന്നത് പോലെ ഇതൊരു മുഴുനീള പ്രോഗ്രാം അല്ല. ആയിക്കോട്ടെ സാർ, പക്ഷേ ഞങ്ങൾക്ക് പ്രോഗ്രാം ടൈമിങ്ങിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത്തരം ലോ ക്ലാസ് പ്രോഗ്രാമിന് വേണ്ടി ഒരു പ്രോഗ്രാമും ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. വേണ്ട സർ, ഒരു നല്ല മനസ്സുള്ള കലാകാരൻ അയാളുടെ പ്രോഗ്രാമിനിടയിൽ ഈ കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കാൻ തയ്യാറായാലോ? ഡോക്ടർ എന്താ മീൻ ചെയ്യുന്നത്? ഇവിടെ 3-ാം ദിവസം ഹിന്ദുസ്ഥാനി കച്ചേരി നടത്തുന്ന ആളുമായി ഞാൻ സംസാരിച്ചു. യു മീൻ രമേശ് നാരായണൻ? അതെ, അദ്ദേഹം അതിന് തയ്യാറാണ്. പക്ഷെ ജനങ്ങൾ അതിന് സമ്മതിക്കണ്ട സാർ. സമ്മതിക്കും. യഥാർത്ഥ കലാകാരന്മാരെ ലോകം ഒരിക്കലും അംഗീകരിക്കാതിരുന്നിട്ടില്ല. സാർ പറഞ്ഞതുപോലെ പോപ്പുലാരിറ്റി ഒന്നുമില്ല ഇവർക്ക്. ഇവരെ വെച്ച് സ്പോൺസർഷിപ്പ് പ്രോഗ്രാം ഒന്നും നടത്തി കാശുണ്ടാക്കലല്ല എന്റെ ലക്ഷ്യം. അവരിലെ കലാകാരന്മാരെ ലോകമറിയണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. ഓക്കെ ഡോക്ടർ, ഞാൻ രമേശ് നാരായണനുമായിട്ട് സംസാരിക്കാം. അദ്ദേഹം വില്ലിംഗ് ആണെങ്കിൽ ഡോക്ടർ ആവശ്യപ്പെട്ടതുപോലെ കുട്ടികളുടെ പ്രോഗ്രാം നമുക്ക് നടത്താം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നഗരത്തിലെ മതിലുകളൊക്കെ പോസ്റ്റ് പതിച്ചിരിക്കുന്ന കണ്ടില്ലേ നിങ്ങളാരും? തെരുവിൽ ജീവിക്കുന്ന അരിമക്കുഞ്ഞുങ്ങൾ മഹോത്സവ വേദിയിലേക്ക് വിടില്ല നമ്മൾ ഒന്നിനെയും. മഹോത്സവ വേദിയിൽ അവന്മാരെ വിരുന്നൊരുക്കുന്നത് നമുക്കൊന്ന് കാണണം. നാളിതുവരെയായി ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ ഈ തെരുവിന്റെ കോണുകളിൽ അഗതികളായി കഴിഞ്ഞിരുന്ന കുരുന്നു പ്രതിഭകളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വിട്ടുതരികയാണ്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവരാരാണെന്ന്, ആരാകണമെന്ന്. ഈ കുരുന്നു പൗരന്മാർക്കുള്ള ശക്തിയും പ്രചോദനവും ഇനി നിങ്ങളായിരിക്കട്ടെ. मालूम
കുട്ടിയെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. വേണ്ടത് ഉടനെ ചെയ്യണം. ഹരിയം. ഡോക്ടർ, ഞാൻ ഉടനെ പുറപ്പെടാം. ഓക്കെ. ഇവ പറഞ്ഞ സത്യമാണ്. ബാബയുടെ അമ്മയാണിത്. ചേച്ചി എവിടെ ആയിരുന്നാലും ഞങ്ങളുടെ ഭാവൻ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ കാണണം. അതിനുള്ള അവസരം ചേച്ചി ഞങ്ങൾക്ക് തരുമോ? എനിക്കൊരാഗ്രഹമുണ്ട്. പറയൂ. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയിരുന്ന എന്റെ ഭാവിയെ എനിക്ക് തിരികെ തന്നത് ഇവരുടെ ദയ ഒന്നുകൊണ്ട് മാത്രം. എന്റെ ഭാവിയെ പോലെ ഇവരെ സന്തോഷിക്കണം. വെരി ഗുഡ്. ഇവർക്ക് വേണ്ടി ഒരു ചൈൽഡ് ഹോം, അതിനു വേണ്ടി എന്റെ സമ്പാദ്യം മുഴുവൻ ചെലവാക്കാൻ ഞാൻ തയ്യാറാ. വേണ്ട സാർ, ഈ തെരുവ ഞങ്ങളുടെ അമ്മ. ഇവിടെ സ്നേഹത്തോടെ സമാധാനത്തോടെ പണിയെടുത്ത് കഴിയാനുള്ള അവസരം സാർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. വളരും സാർ, അതിനുവേണ്ടി ഞങ്ങൾ ജോലി ചെയ്യും. നിങ്ങളെപ്പോലെ വലിയ ആളുകളാവാൻ ഞങ്ങളും അക്ഷരം പഠിക്കും. വടിവിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച് അമേരിക്കയുടെ പ്രസിഡന്റായ വലിയൊരാളെ കുറിച്ച് സാറെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലെ തെരുവിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച് ഞങ്ങളും വളരും. അതെ സാർ, അതിനുള്ള സാധനങ്ങളാണ് ഞങ്ങൾക്ക് ഇനി വേണ്ടത്. സാറേ, ഞങ്ങളുടെയൊക്കെ ജീവിതം എങ്ങനെയാക്കി ഈ ദുഷ്ടനാ ഇവനെ വെറുതെ വിടരുത്. കമ്മീഷണർ അറസ്റ്റ് ചെയ്യും. യെസ് സർ. ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಗೊತ್ತು ಕನ್ನಡ